രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പേഷ്യന്റിന് കൊടുക്കേണ്ടുന്ന മെഡിസിൻസ് ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് മിസ്സാവില്ല. കാരണം നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ എഴുതി വെക്കുകയാണല്ലോ, നമുക്ക് ഇന്ന പേഷ്യന്റ് ഇന്ന സമയത്ത് ഇന്ന മെഡിസിൻ ഇത്ര മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് നോക്കിയാണ് നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഡിസിൻസ് മിസ്സാകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡബിൾ ഡോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊടുത്തു തന്നെ നമ്മൾ കൊടുത്തോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരും. ചിലപ്പോൾ നമ്മൾ പല ജോലികളുടെ ഇടയിൽ വന്നിട്ടായിരിക്കും മെഡിസിൻ കൊടുക്കേണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അയ്യോ കൊടുത്തോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് ഡിമെൻഷ്യ, അൾസിമേഷ്യസ് ഒക്കെ പോലെയുള്ള രോഗമുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡിമെൻഷ്യ പേഷ്യൻസിനെയൊക്കെ കെയർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫുഡ് കൊടുത്താലും മെഡിസിൻ കൊടുത്താലും ഒക്കെ കുറെ കഴിയുമ്പോൾ അവർ പറയും, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ, നീ മെഡിസിൻ തന്നില്ലല്ലോ, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സ് വരുന്ന സമയത്തും ഇവരിത് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പേഷ്യന്റ് റിലേറ്റീവ്സിനാണെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റും, ഞാൻ ഇന്ന സമയത്ത് ഇന്ന മെഡിസിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ടിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മെഡിസിൻ കൊടുക്കേണ്ടി വരികയാണ് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് കൊണ്ട് പറയുകയാണ്, അല്ല ചിലപ്പോൾ നീ മറന്നുപോയതായിരിക്കും, കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അത് ഒരുപാട് പ്രശ്നങ്ങളോട്ട് ചെന്ന് അവസാനിക്കും. ഡബിൾ ഡോസ് ഒക്കെ കൊടുത്തതിന് നിങ്ങൾക്ക് അറിയാലോ, പേഷ്യന്റ് ചിലപ്പം റിലാപ്സ് ആയിട്ടൊക്കെ പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിലൂടെ.